മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് വൺ, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. വെൽക്കം ടു റേസ് ഏഗൻ. എക്സാമിങ് എത്തിക്കഴിഞ്ഞു അല്ലേ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്സ് ഉണ്ട്, ആ ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒറ്റ കോണ്ടന്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. കാരണം എക്സാമിന് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കട്ടോ. അവരും പരീക്ഷ എഴുതട്ടെ, അവർക്ക് നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? നമുക്ക് ഈ പറഞ്ഞ അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് 100% പരീക്ഷ ചോദിക്കേ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് 2 അലോട്രോപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? 2 അലോട്രോപ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദീസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഡയമണ്ട്? ഈ രണ്ടെണ്ണത്തിൽ ഡയമണ്ടിന്റെ സ്ട്രക്ചർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കറിയാം ബി ആണല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം എന്താണ്? ഇതാണ് ഡയമണ്ടിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇതാരുടെ സ്ട്രക്ചറാണ്? ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ഹാസ് നോ ഫ്രീ ഇലക്ട്രോൺ? ശ്രദ്ധിക്കണേ, നോ ഫ്രീ ഇലക്ട്രോൺ എന്നാണ് ചോദിച്ചത്. ഇവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്ത ക്രിസ്റ്റൽ ഘടന ഏതാണ്? ഏതാണ്? നമ്മുടെ യെസ്, ഡയമണ്ടിന്റെ സ്ട്രക്ചർ ആണ്. ഡയമണ്ടിന്റെ സ്ട്രക്ചറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത്. അങ്ങനെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വൈ ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? എന്തുകൊണ്ടാണ് ഡയമണ്ട് സ്ട്രക്ചറിന്റെ അകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല? നേരെ മറിച്ച് എന്തുകൊണ്ട് ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കും. ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കാരണം ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറിൽ എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ട്, അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് എക്സ്ട്രാ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൂടി കിട്ടിയിട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഗ്രാഫൈറ്റ് ഇസ് യൂസ്ഡ് ആസ് ലൂബ്രിക്കന്റ്. വൈ? ഗ്രാഫൈറ്റിനെ എന്തുകൊണ്ടാണ് നമ്മൾ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? കാരണം ഗ്രാഫൈറ്റ് ഇത് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആണ് അല്ലെ? ഗ്രാഫൈറ്റിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഈ 3 ലെയേഴ്സിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ആണ്. ഇതാണ് വീക്ക് വാൻഡർവാൾ ഫോഴ്സ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? സ്ലിപ്പറി ആണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാഫൈറ്റുകളെ നമ്മൾ സോളിഡ് ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 എന്താണ് അലോട്രോപ്സ് ആണ് പഠിക്കാനുള്ളത്. ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഗ്രഫീൻ ഉണ്ട്, ഫുള്ളറിൻ ഉണ്ട്. നമ്മൾ ഡയമണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. ഇനി അടുത്തത് ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഗ്രാഫൈറ്റ് നമ്മൾ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രഫീനും ഫുള്ളറിന്റെയും യൂസസ് എവിടെയാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യുക. കമന്റ് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാനോ ടെക്നോളജിയിൽ ആരെയാണ് ഉപയോഗിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ആരെയാണ് ഉപയോഗിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. ഹൈഡ്രജൻ ഇസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ബിക്കോസ് ഇറ്റ്സ് ഹൈ കലോറിഫിക് വാല്യൂ. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഏതിനാണെന്ന് ചോദിക്കാറുണ്ട്. ഹൈഡ്രജൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് കലോറിഫിക് വാല്യൂ? കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഇസ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് ഫ്രം 1 യൂണിറ്റ് മാസ് ഓഫ് എ ഫ്യൂവൽ ഓൺ എ കംപ്ലീറ്റ് കമ്പസ്റ്റൻ. എന്താണ്? ഒരു ഇന്ധനത്തിന്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലോറിഫിക് വാല്യൂ അഥവാ കലോറിഫിക് മൂല്യം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ കുറേ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഫ്യൂവൽസ് തന്നിട്ടുണ്ട് അല്ലെ? ഈ എല്ലാ ഫ്യൂവൽസും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹൈഡ്രജന്റെ കേസ് നോക്കിക്കേ. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ കാണിക്കുന്നത് ആരാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് എനി അതർ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ. ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ മറ്റൊരു മേന്മ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ ഫ്യൂവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇറ്റ് ഇസ് ഹാവിംഗ് ഹൈ കലോറിഫിക് വാല്യൂ. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം പൊല്യൂഷൻ ഫ്രീ ആണ് അല്ലേ? അധികം പൊല്യൂഷൻ ഒന്നും ആര് ചെയ്യുന്നില്ല? നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കോസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൈഡ്രജൻ ഇസ് നോട്ട് കോമൺലി യൂസ്ഡ് ആസ് ഡൊമസ്റ്റിക് ഫ്യൂവൽ. ഗിവ് റീസൺ. സാധാരണയായി ഹൈഡ്രജനെ നമ്മൾ ഒരു ഗാർഹിക ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഇവിടെ ഹൈഡ്രജന്റെ ഡീമെറിറ്റ് ആണ് ചോദിച്ചത്. ഈ ഹൈഡ്രജന്റെ ഡീമെറിറ്റ് എന്തൊക്കെയാണ്? നമുക്ക് 2 ഡീമെറിറ്റ്സ് പറയാം അല്ലെ? ഒന്ന് സ്റ്റോറേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. രണ്ടാമത്തത് ഹൈഡ്രജൻ ഇസ് ആൻ എക്സ്പ്ലോസീവ്. എന്താണ്? എക്സ്പ്ലോസീവ് നേച്ചർ ആണ് ഹൈഡ്രജൻ കാണിക്കുന്നത്. ഇതൊക്കെ ഡീമെറിറ്റ്സിൽ വരുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നാളത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ കുറിച്ച് പഠിക്കാം. ദിസ് ടോപ്പിക് ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. 101% ഉറപ്പാണ് നിങ്ങളുടെ നാളത്തെ എക്സാമിന് ഈ ചോദ്യം ചോദിച്ചിരിക്കും. കാരണം പ്രിപ്പറേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. അവിടെ പഠിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ കെമിക്കൽ റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ്? ക്ലോറിൻ ഗ്യാസ് നിർമ്മിക്കാൻ നമുക്ക് ആവശ്യമായ കെമിക്കൽസ് ഏതൊക്കെയാണ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നിർമ്മിക്കാൻ ആവശ്യമുള്ള രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? അതാ ഇവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതാണ്?
പൊട്ടാസ്യം പെർമാഗ്നേറ്റ് KMnO4ഉം കോൺസെൻട്രേറ്റഡ് HCl-ഉമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, വൈ ഇസ് ക്ലോറിൻ ഗ്യാസ് പാസ് ത്രൂ വാട്ടർ? എന്താണ് ക്ലോറിൻ വാതകത്തെ എന്തിനാണ് ജലത്തിലൂടെ നമ്മൾ കടത്തിവിടുന്നത്? അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ ആദ്യം വാട്ടറിലൂടെ കടത്തിവിടുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ക്ലോറിൻ ഗ്യാസിന്റെ കൂടെ ചിലപ്പോൾ എന്തും ഉണ്ടാവും, ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ, HCl വേപ്പേഴ്സ് ഉണ്ടാവും. ഈ വേപ്പേഴ്സിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ കടത്തിവിടുന്നത്. അതായത് HCl അതിനകത്ത് ഡിസോൾവ് ആയി പോകും. അപ്പൊ നമുക്ക് അവിടെ ആ ആൻസർ കിട്ടി. ഇനി അടുത്തത് എന്താണ്, വിച്ച് സബ്സ്റ്റൻസ് ഇസ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം ക്ലോറിൻ? ഇനി ഇതിൽ കൂടെ നമ്മൾ കടത്തിവിടുന്ന ക്ലോറിൻ ദാ ഇങ്ങനെ വരുന്നു. നേരെ നമ്മൾ എന്താ ചെയ്യുന്നത്, സൾഫ്യൂരിക് ആസിഡ് അല്ലെ, ഇവിടെ ആരാണുള്ളത്, സൾഫ്യൂരിക് ആസിഡ് ആണ് ഉള്ളത്, H2SO4 ആണുള്ളത്. ഈ H2SO4 നമ്മൾ കടത്തിവിടാനുള്ള മെയിൻ റീസൺ എന്താണ്, ഇതിലൂടെ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ ക്ലോറിൻ ഗ്യാസിനകത്ത് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് മോയ്സ്ചർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഈ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സൾഫ്യൂരിക് ആസിഡിലൂടെ നമ്മൾ കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് വാട്ടറിലൂടെ കടത്തിവിടുന്നത് എന്ന് ചോദിക്കും, എന്തിനാണ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത് എന്ന് ചോദിക്കും. ഒരു ചോദ്യം കൂടിയുണ്ട്, എന്തിനാണ് നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ തുറന്നു വെച്ചിരിക്കുന്ന ബീക്കറിനകത്ത് കളക്ട് ചെയ്യുന്നത്? അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തിനാണ്, കാരണം ക്ലോറിൻ ഗ്യാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ ഡെൻസിറ്റി ദാൻ എയർ, എയറിനെക്കാട്ടും സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് തുറന്നു വെച്ച ഗ്ലാസ് ജാറിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്ലോറിൻ ഗ്യാസിനെ കളക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മളെടുത്ത് ഇതിന്റെ ഒരു റിയാക്ഷൻ എന്താണ്, ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ ചോദിക്കേ. ആ കെമിക്കൽ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ, ജസ്റ്റ് ഒന്ന് എഴുതാം അല്ലേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, KMnO4ലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, HCl നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, നമുക്ക് KCl കിട്ടുന്നുണ്ട്, MnCl2 കിട്ടുന്നുണ്ട്, അതിന്റെ കൂടെ വാട്ടർ മോളിക്യൂളും കിട്ടുന്നുണ്ട്, പിന്നെ ഇതാണ് H2O പ്ലസ് ക്ലോറിൻ ഗ്യാസ്. ഈ വ്യക്തിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ കേട്ടോ, ക്ലോറിൻ ഗ്യാസ്. ഇനി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ എഴുതുക, 2 KMnO4 പ്ലസ് 16 HCl ഗിവ്സ് എത്രയാണ്, 2 KCl പ്ലസ് 2 MnCl2 പ്ലസ് 8 H2O പ്ലസ് 5Cl2. ബാലൻസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ ആദ്യം റിയാക്ഷൻ എഴുതുക, എന്നിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ അത് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് എഴുതുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഇസ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർഡ്? ഇത് വേറെ തന്നെ ഒരു ടോപ്പിക് ആണ്, ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്? സിമ്പിൾ ആണ്. ബ്ലീച്ചിങ് പൗഡർ ഇസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് ഡ്രൈ ക്ലോറിൻ ഗ്യാസ് ത്രൂ ദ ഡ്രൈ സ്ലേക്കഡ് ലൈം. ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഡ്രൈ ക്ലോറിൻ ഗ്യാസ് നമ്മൾ കടത്തിവിടുന്നു. അതായത് ഈർപ്പരഹിതമായ കുമ്മായ പൊടിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈർപ്പരഹിതമായ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് ബ്ലീച്ചിങ് പൗഡർ. ഇതാണ് ഈ ബ്ലീച്ചിങ് പൗഡർ. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇപ്പം തന്നെ പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, നാളത്തെ എക്സാം ഹാളിലേക്ക് പോവുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, ഹീറ്റ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇൻ എ ഡ്രൈ ബോയിലിംഗ് ട്യൂബ്. വെൻ എ ഗ്ലോയിങ് മാറ്റ്സ്റ്റിക് ഇസ് ഷോൺ ഇൻടു ദ ബോയിലിംഗ് ട്യൂബ് ഇറ്റ് ഫ്ലിയർസ് അപ്പ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ ചൂടാക്കുകയാണ്. ഈ ബോയിലിംഗ് ട്യൂബിന്റെ ഉള്ളിലേക്ക് എരിയുന്ന തീപ്പെട്ടി കൊള്ളി കാണിക്കുമ്പോൾ തീ ആളിക്കത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ പ്രസൻസ് ഓഫ് വിച്ച് ഗ്യാസ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഫ്ലെയറിംഗ് അപ്പ് ഓഫ് ദ ഗ്ലോയിങ് മാറ്റ്സ്റ്റിക്. നമ്മുടെ മാറ്റ്സ്റ്റിക് ആളിക്കത്താനുള്ള കാരണം എന്താണ്, അത് ഏത് ഗ്യാസ് മൂലമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം അല്ലേ. പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ ഗ്യാസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അതിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം, KMnO4 ഹീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം മാഗ്നേറ്റ് ആണ് K2MnO4, മാംഗനീസ് ഡയോക്സൈഡ് ആണ് MnO2, പിന്നെ നമ്മുടെ സ്വന്തം ആളാരാണ്, ഓക്സിജൻ ഗ്യാസ് അല്ലേ. ഓക്സിജൻ ഗ്യാസും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, O2 എന്ന് എഴുതിയിട്ടോ. ഈ ഓക്സിജൻ ഗ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആ ഒരു മാറ്റ്സ്റ്റിക് ആളിക്കത്താൻ വേണ്ടി സഹായിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. അത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു അല്ലേ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രാസപ്രവർത്തനത്തിന്റെ സമവാക്യം നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ദസ് പ്രൊഡക്ഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ലബോറട്ടറിയിൽ എങ്ങനെയാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ റിയാക്ഷൻ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്, ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് type of reaction is this? Combination reaction ആണോ, displacement reaction ആണോ, decomposition reaction ആണോ, അല്ലെങ്കിൽ double decomposition reaction ആണോ എന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്, സംയോജന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ദ്വിവിഘടന രാസപ്രവർത്തനം. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. റിയാക്ഷൻ ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാളത്തെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി വെരി ബെസ്റ്റ്.